ഒരു പാപത്തിൻ്റെ കണിക, ഒരു പാപത്തിൻ്റെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ ഹൃദയത്തിൻ്റെ അൾത്താരയിൽ കുടികൊള്ളുന്ന ദൈവം അവിടുന്ന് ഓടി അകലും. മനസ്സിലായോ ട്രസ്റ്റി? ഹൃദയത്തിലേക്കൊരു പാപത്തിൻ്റെ തരംഗം, ഒരു പാപത്തിൻ്റെ കണിക ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ കുടിയിരിക്കുന്ന ദൈവം എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഞാൻ പറഞ്ഞതല്ല, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞതാ, പഠിച്ചതാ. ഇയ്യോബിന് 10 മക്കൾ. ഇന്നത്തെ ഇയ്യോബുമാരുടെ മക്കൾ, ഇന്നത്തെ ഇയ്യോബുമാർക്ക് 10 മക്കളുണ്ടെങ്കിൽ മൂത്തവൻ കാനഡയിൽ, രണ്ടാമത്തവൻ ഓസ്ട്രേലിയയിൽ, മൂന്നാമത്തവൻ UK-യിൽ, അടുത്തവൻ അമേരിക്കയിൽ, കുവൈറ്റ്, ഷാർജ, അബുദാബി, ബാംഗ്ലൂർ എന്ന് വേണ്ട, കൊച്ചി, പലയിടങ്ങളിൽ. പണ്ട് ഇവർ പുലിയൂരിൽ നിന്നപ്പം പഞ്ചപാവങ്ങളായിരുന്നു. 12ാം ക്ലാസ്സൊക്കെ പഠിച്ച് നല്ല റാങ്കൊക്കെ മേടിച്ചവരാ, മദ്ബഹായിൽ ശുശ്രൂഷിച്ചവരാ, യുവന പ്രസ്ഥാനത്തിലൊക്കെ ആത്മവീര്യത്തോടെ പോരാടിയവരാ. പക്ഷെ പുലിയൂരിൻ്റെ ദേശം വിട്ടപ്പോൾ, പലയിടങ്ങളിൽ അവർ ചേക്കേറിയപ്പോൾ, പോയ വഴിക്ക് അവർ കുപ്പി പൊട്ടിച്ച് കാണും, ഗേൾ ഫ്രണ്ടുമായിട്ട് കറങ്ങിക്കാണും, അരുതാത്ത പ്രവൃത്തികളൊക്കെ പ്രവർത്തിച്ചും കാണും, ചിന്തിച്ചും കാണും, എല്ലാ തരത്തിലും അവർ പാപം ചെയ്ത് കാണും. പക്ഷെ ഇന്നത്തെ അപ്പന്മാരായ ഇയ്യോബുമാർക്ക് ആ മക്കളെപ്പറ്റി യാതൊരു ആത്മഭാരവും ഇല്ല. മനസ്സിലായോ? നമ്മുടെ മക്കളെപ്പറ്റി എന്തെങ്കിലും ഒരു ആത്മഭാരം നമ്മളെ ഭരിക്കുന്നുണ്ടോ? എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തവൻ 10ാം ക്ലാസ്സിലേക്ക് കയറി, മദ്ബഹായിലെ ശുശ്രൂഷകന്. ഇടയ്ക്കിടയ്ക്ക് അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാൻ പറയും, ഇവിടെ കാണിക്കുന്ന കുരുത്തക്കേട് നീ പുറത്ത് കാണിച്ച് കുറച്ചുകൂടെ അങ്ങോട്ട് പ്രായമായി കഴിയുമ്പോൾ എന്തെങ്കിലും വികൃതിത്തരം നീ കാണിച്ചാൽ, എനിക്കൊരു പേരുദോഷമുണ്ടായാൽ അന്ന് ഞാൻ VRS എടുത്ത് വീട്ടിലിരിക്കും. പിന്നെ ഞാൻ ഇടവക ശുശ്രൂഷയ്ക്ക് പോവുകയല്ല. ഇടയ്ക്കിടയ്ക്ക് അവനെ ഞാൻ ഓർപ്പിക്കും. അത് പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? 10 മക്കളാ, 7 എണ്ണം ഏതെങ്കിലുമൊക്കെ തരത്തിൽ പാപം ചെയ്ത് കാണും. തൻ്റെ മക്കളെ പറ്റി ആത്മഭാരമുള്ള ഒരു പിതാവ്, അതിനപ്പുറമായി ദൈവം ദാനമായി തന്ന തലമുറയെ ബലിപീഠത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പിതാവ്. എത്ര പിതാക്കന്മാർ ഇങ്ങനെ മലങ്കരയിലുണ്ട്? തലമുറയെ ബലിപീഠത്തോട് ചേർത്ത് വെക്കുന്ന അപ്പന്മാരും അമ്മമാരും ഇന്ന് സഭയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ വൈകൃതങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇവിടെ പറയുക, അവരെ ആളയച്ച് വരുത്തും. ശനിയാഴ്ച രാത്രി മംഗലാപുരത്തൊന്ന് പഠനം കഴിഞ്ഞ് വീട്ടിൽ വന്നാലും അപ്പൻ അതിരാവിലെ ആരെ വിളിക്കും? മകനെ വിളിക്കും. ബാ, നമുക്ക് എഴുന്നേറ്റ് ഒരുങ്ങി പള്ളിയിലോട്ട് പോകാം. അങ്ങനാണോ? നീ കിടന്നുറങ്ങിക്കോ മോനെ, നീ ഒത്തിരി കഷ്ടപ്പെട്ട് വന്നതല്ലേ. ഞാനും അപ്പനും കൂടി പള്ളിയിൽ പോയിട്ട് അവനെ കിടത്തി ഉറക്കുകയാണ്. നമ്മുടെ മക്കളെ ഇങ്ങനെ കിടത്തി ഉറക്കുകയാണ്. ഉറക്കിക്കോ, നാളെ അവർ നമ്മളെ മയക്കി കിടത്തും. നമ്മളിന്ന് ഉറക്കി കിടത്തിക്കോ, നാളെ നമ്മുടെ തലമുറ നമ്മളെ മയക്കി കിടത്തും. ഇയ്യോബ് അങ്ങനെ ആയിരുന്നില്ല. അവരെ ആളയച്ച് വരുത്തിയിട്ട് എന്ത് ചെയ്യും? അവരെ ശുദ്ധീകരിക്കും. നന്നാ രാവിലെ എഴുന്നേറ്റ് അവിടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കും. ഇതെപ്പോഴും ചെയ്യുമായിരുന്നു. പെരുന്നാൾ, പുതുപ്പള്ളി പെരുന്നാൾ വരുമ്പോൾ ഉള്ള പേരെല്ലാം കൂടെ എഴുതി ത്രോണസ് കൊടുക്കുന്ന പോലെ അല്ല. എല്ലാ ആരാധനയിലും മക്കളുടെ പേരുകൾ എഴുതി ത്രോണോസിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഈ സഭയിലുണ്ടാകണം. മക്കൾക്ക് വേണ്ടി കരയണം. കർത്താവ് യേശു മിശിഹ കാൽവറിയുടെ വിരിമാറിൽ മരക്കുരിശ് വഹിച്ചുകൊണ്ട് കാൽവറിയുടെ കൊളക്കളത്തിൽ കയറിയപ്പോൾ തമ്പുരാൻ ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവേൻ. പ്രിയമുള്ളവരെ, 84 സങ്കീർത്തനം പറയുന്നു, കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എവിടെയാ? എൻ്റെ രാജാവും എൻ്റെ ദൈവമേ, ദൈവത്തിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. തലമുറയെ ബലിപീഠത്തോടെ ചേർത്ത് വെക്കുന്ന അപ്പനും അമ്മയ്ക്കും ദുഃഖിക്കേണ്ടി വരത്തില്ല. തലമുറയെ ബലിപീഠത്തോട് ബന്ധിപ്പിക്കുന്ന, തലമുറയെ ആരാധനയോട് ചേർത്ത് നിർത്തുന്ന അപ്പനും അമ്മയ്ക്കും ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. ഇവിടെ എൻ്റെ ദാസനായ
ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചു. ഇത്രയും ഭക്തനായി ജീവിച്ച ഒരു മനുഷ്യൻ്റെ മേൽ ദൃഷ്ടി വെച്ചോ എന്ന് സ്വർഗത്തിലെ ദൈവം സാത്താനോട് ചോദിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ പാപികളും ബലഹീനരുമാകുന്ന എന്നെ നിങ്ങളെപ്പറ്റി പിശാച് നമ്മളെ കാറ്റിൽ പറത്തിക്കളത്തില്ലേ? ഇത്രയും ഭക്തനായി ജീവിച്ച ഒരു മനുഷ്യൻ, ഭാര്യ പോലും ദൈവത്തെ തള്ളിപ്പറയാൻ പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞേ, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്. സ്വന്തം ഭാര്യ വരെ നിലയ്ക്ക് നിർത്തിയ ഒരു ഭർത്താവ്. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള അപ്പന്മാരിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ എല്ലാ വൈകൃതങ്ങളും എവിടെയുണ്ട്? ഇന്ന് സഭയിലും സമൂഹത്തിലുമുണ്ട്. ഒന്നാമതായി, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ഇയ്യോബിനെ കുറ്റം ചുമത്തുവാൻ ആര് കടന്നു വന്നു? പിശാച് കടന്നു വന്നു. രണ്ടാമതായി, സഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. സഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ: അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. ഈ വേദഭാഗത്ത് എന്താ കാണുന്നേ? ഈ വേദഭാഗത്ത് കാണുന്നത് സാധാരണക്കാരൊരു മനുഷ്യനല്ല, അവനാരെയാ? പട്ടക്കാരനല്ല, പിന്നാരാ? മേൽപ്പട്ടക്കാരനാ, മഹാപുരോഹിതനാ. മഹാപുരോഹിതനായ യോശുവ ബലിപീഠത്തിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് ആര് വന്ന് നിൽക്കുന്നു? ആര് വന്ന് നിൽക്കുന്നു? ഇവിടെ വലിയ കാര്യം, സാത്താൻ വന്ന് നിൽക്കുന്നു. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നേ? യഹോവ സാത്താനോട്, 2-ാമത്തെ വാക്യം, സഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തോ പറഞ്ഞേ? ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ? അവിടെ പറയുകയാണ്, യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. 2 കാര്യം പിശാചിനെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, എന്താണെന്നറിയാമോ? യെരൂശലേമിനെ തെരഞ്ഞെടുത്ത യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ? അവിടെ 2 മർമ്മങ്ങൾ അവിടെ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ മർമ്മം, ഈ നിൽക്കുന്ന മഹാപുരോഹിതനായ യോശുവ ഉണ്ടല്ലോ, ഇവൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാനും നിങ്ങളും ഒക്കെ ആരാ? നമുക്കൊരു ഐഡൻറ്റിറ്റി ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. നമ്മളുണ്ടാക്കുന്ന മേൽവിലാസമല്ല, നമുക്ക് ദൈവം തമ്പുരാൻ ഒരു മേൽവിലാസം തന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിങ്കിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മുടെ മേൽവിലാസം അതാ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. 2, നമ്മൾ മാമോദീസ വെള്ളം വീണവരാ. 3, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. 4, ദൈവത്തിൻ്റെ ആത്മാവ് വധിവസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരങ്ങളാ. 5, കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. ഇത്രയും മേൽവിലാസങ്ങൾ നമുക്കുണ്ട്. നമ്മൾ സാധാരണക്കാരാണോ? ആണോ? എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമൊക്കെ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മളെ തന്നെ പഴിക്കും ആദ്യം. സത്യമല്ലേ? എന്തെങ്കിലും ഒരു പ്രയാസം നമുക്കുണ്ടായാൽ ആദ്യം പഴിക്കുന്നത് ആരെയാണ്? നമ്മൾ സ്വയം പഴിക്കും. മേലാ പഴിച്ചേക്കരുത്, ദൈവനിന്ദയാണ്. 2, നമ്മളെ ജനിപ്പിച്ചവരെ പഴിക്കും, അതിനേക്കാളും ദൈവനിന്ദയാണ്. 3, നമ്മളെ ആരാണോ കല്യാണം കഴിച്ചത് അവരെ പഴിക്കും. നമ്മൾ കാണുന്നവരെ എല്ലാം പഴിക്കും. ഒരിക്കലും പാടില്ല. കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? മാമോദീസായിലൂടെ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. മാമോദീസായിലൂടെ നമ്മളെ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് ഈ മാമോദീസായിലൂടെ എനിക്ക് നിങ്ങൾക്കും ആദ്യം കിട്ടുന്ന അനുഭവം എന്താണെന്നറിയാമോ? മാമോദീസായിലൂടെ എനിക്ക് നിങ്ങൾക്കും സഭ ആദ്യം തരുന്നത് എന്താ? വിശുദ്ധ കുർബാനയാണ്. ചെല്ലുമ്പോൾ എങ്ങടുത്ത് വിശുദ്ധ കുർബാന തരുവാണോ? ഒരു പ്രോസസ്സുണ്ട് അതിന്. ആദ്യം നമുക്ക് തരുന്നത് ഒരു പേര്. കെട്ടിയോളുടെ പള്ളി ഹോസ്പിറ്റലിരുന്ന് അല്ലെങ്കിൽ ഉദരത്തിലാകുമ്പോൾ തൊട്ട് പേരൊക്കെ കണ്ടുപിടിച്ചൊക്കെ വന്നാലും സഭ സമ്മതിക്കുകയല്ല.
ലിജു എന്നോ ബൈജു എന്നോ സിനി വന്നോ സിനി എന്നോ സുനി വന്നോ ഒക്കെ ഇട്ടാലും സഭ സമ്മതിക്കുകയില്ല. സഭ ഒരു പേര് തരും, അല്ലേ? ആ പേര് തരുന്നതിന് ഒരു വലിയ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലാണ്. അംശവസ്ത്രധാരിയായ പട്ടക്കാരൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ദൈവം മുമ്പാകെ രഹസ്യമായി ഒരു പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ വിശ്വാസികളെല്ലാം കൂടെ എന്തോ ചൊല്ലും? കുറിയലായിസോൻ, അല്ലേ? എല്ലാവരും കുറിയലായിസോൻ ചൊല്ലിക്കൊണ്ടിരിക്കും. ആ പ്രാർത്ഥനയുടെ മധ്യഭാഗത്താകുമ്പോൾ പ്രധാന ആരാണോ മാമോദീസായുടെ മുഖ്യ കാർമ്മികൻ, ആ മുഖ്യ കാർമ്മികൻ നൽകുവാൻ പോകുന്ന പേര് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവമേ, ഈ ദാസൻ്റെ അല്ലെ ഈ ദാസിയുടെ പേര് നിൻ്റെ ജീവഗ്രന്ഥത്തിൽ എഴുതണമേ. അപ്പം മാമോദീസ വഴിയായി എൻ്റെ നിങ്ങളുടെയും പേര് ഇന്ന് എവിടെയുണ്ട്? ഉറക്കപ്പറ. ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ നിങ്ങളുടെ പേര് എഴുതി ചേർത്തിരിക്കുക. ഇവിടെ നിന്ന് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ പേർ വിളിക്കുമ്പോൾ പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഇതെപ്പോഴാ പാടുന്നേ? മരണ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇതൊന്ന് പാടിയാൽ വീട്ടിലുള്ളവർ ഇട്ടേക്കുവോ? അവൾ വന്നിരിക്കുക മനുഷ്യരെ പേടിപ്പിക്കാൻ, അല്ലേ? നമുക്ക് പേടി ഇത് പാടാൻ. എന്നും പാടണം. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പുള്ളവർ എന്നും പാടണം. മാമോദീസ വഴിയായി എൻ്റെ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ അവിടെ കടന്നു ചെല്ലുമ്പോൾ ആ പേര് അവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സഭയല്ല, പിന്നെ നമ്മുടെ കുത്തഴിഞ്ഞ ജീവിതമാണ്, അച്ചടക്കമില്ലാത്ത ജീവിതമാണ്, പാപത്തെ പുൽകുന്ന ജീവിതമാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് രണ്ടാമത്തെ മരണം. അതിൻ്റെ ഉത്തരവാദി സഭയല്ല. സഭ നമ്മുടെ പേര് എവിടെ എഴുതി ചേർത്തിട്ടുണ്ട്? ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇവിടെ പറയുക, യെരൂശലേമിനെ തെരഞ്ഞെടുത്ത യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. മഹാപുരോഹിതനായ യോശുവ ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. മാമോദീസ വെള്ളം അനുഭവിച്ച ഞാനും നിങ്ങളും ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രണം ചെയ്തവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ വാഹികളാണ്, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് ഇനി മേലാൽ സ്വയം പഴിക്കരുത്, സ്വയം ശപിക്കരുത്. അടുത്തതായിട്ട് പറയുക, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ? എന്തോ ഏത് തീയ? ഏത് തീയ? ആർക്കെങ്കിലും പറയാമോ ഏത് തീയാന്ന്? നമ്മളൊരു പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട്, കെടാത്ത തീയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം. ഏത് പ്രാർത്ഥനയാണ്? ആ പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥനയാണ്. കുഞ്ഞുങ്ങൾക്ക് അറിയാവോ? ഉറക്കെ ചൊല്ലണം കേട്ടോ, വലിയ സംരക്ഷണമാണ്. പട്ടാങ്ങപ്പെട്ട ദൈവം തന്നെയുള്ള പ്രാർത്ഥന ആത്മാർത്ഥമായി ചൊല്ലിയാൽ ഒരു ദുർസ്വപ്നവും കാണത്തില്ല. ആത്മാർത്ഥയോട് ചൊല്ലണം. അപ്പോൾ ഇവിടെ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് സ്വർഗത്തിലെ ദൈവം സാത്താനെ ഓർമ്മിപ്പിച്ചുവെങ്കിൽ മാമോദീസ വഴിയായി ഞാനും നിങ്ങളും അതിലേക്ക് പോകേണ്ടവരായിരുന്നു. പക്ഷേ മാമോദീസ വഴിയായി നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്തു? ദൈവം തമ്പുരാൻ വകഞ്ഞു മാറ്റി നമ്മളെ രക്ഷിച്ചു. അതുതന്നെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലേ. വേദപുസ്തകത്തിൽ 3 മാത്രമേ ഇങ്ങനെ ഒരു പ്രയോഗമുള്ളൂ, ഈ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി എന്ന പ്രയോഗം. ഒന്ന് സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം, മറ്റൊന്ന് ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ, മറ്റൊന്ന് യൂദയുടെ ലേഖനം. ഈ 3 വേദഭാഗത്ത് മാത്രമേ ഇങ്ങനെ ഒരു പ്രയോഗമുള്ളൂ. ഏത്? തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്നുള്ള ഒരു പ്രയോഗം. ഇവിടെ സ്വർഗത്തിലെ ദൈവം അവിടെ പറയുകയാണ് പിശാചിനോട്. കാരണം ഇവിടെ സാത്താൻ എന്തുകൊണ്ടാണ് മഹാപുരോഹിതനായ യോശുവയെ കുറ്റം ചുമത്തിയത്? അതവിടെ കൊടുത്തിട്ടുണ്ട് 3-ാമത്തെ വാക്യത്തിൽ. എന്തുവാ? എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുകയായിരുന്നു. മേൽപ്പട്ടക്കാരനൊക്കെയാണ്, പക്ഷേ അണിഞ്ഞിരുന്ന വസ്ത്രം കളങ്കം പറ്റി, പാപത്തിൻ്റെ കണികകൾ പറ്റി, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു. അതുകൊണ്ട്
ഇവിടെ മറ്റൊരു ചിന്ത കൂടെ. മാമോദീസായിലൂടെ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച പ്രകാശത്തിൻ്റെ വസ്ത്രം, തേജസ്സിൻ്റെ വസ്ത്രം, റൂക്കുദിശ നെയ്ത ആ പാറക്കലീത്ത റൂക്കുദിശ നെയ്ത ആ ശ്രേഷ്ഠമായ മഹത്വത്തിൻ്റെ അങ്കി, അതിനെവിടെയെങ്കിലുമൊക്കെ കളങ്കം പറ്റിയിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന കൂടി നടത്തണം. അതാണ് വിശുദ്ധ കുമ്പസാരം. മനസ്സിലായോ? ആ ആത്മപരിശോധനയുടെ സമയമാണ് വിശുദ്ധ കുമ്പസാരം. അതുകൊണ്ട് വെളിപാട് പുസ്തകം പറയുന്നത്, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവർ മാത്രമേ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടത്തുള്ളൂ. പ്രിയമുള്ളവരെ, ആദ്യം പിശാച കുറ്റം ചുമത്തിയത് ആരെയാണ്? കടന്നു വന്നത് ആരെയാണ്? ഇയ്യോബിനെ കുറ്റം ചുമത്തുവാൻ വന്നു. 2, ഇവിടെ മഹാപുരോഹിതനായ യോശുവയെ കുറ്റം ചുമത്തുവാൻ വന്നു. അടുത്തത് 3, യൂദാസ്ലീഹായുടെ ലേഖനം. അതിൻ്റെ ആ ഒറ്റ അധ്യായം മാത്രമേ ഉള്ളല്ലോ. ആ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം കണ്ടോ? യൂദാസ്ലീഹായുടെ ലേഖനം, അതിൻ്റെ 9-ാമത്തെ വാക്യം എന്താ അവിടെ കൊടുത്തിരിക്കുന്നേ? എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആദ്യത്തെ രണ്ട് വേദഭാഗം ജീവനോടെ ഇരിക്കുമ്പോൾ പിശാച് കുറ്റം ചുമത്താൻ വന്നതാണെങ്കിൽ, 3-ാമത്തെ വേദഭാഗത്തിൽ പിശാച് എപ്പോഴാണ് കുറ്റം ചുമത്താൻ വന്നിരിക്കുന്നത്? എപ്പോഴാ? ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് കഴിയുന്ന സമയം എന്ന് പറഞ്ഞാൽ മരണസമയം. പിടികിട്ടിയോ? ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്നൊരു സമയം, അതൊരു വല്ലാത്ത സമയമാണ് കേട്ടോ. നമ്മുടെ പിതാക്കന്മാർ അതിനെപ്പറ്റി വളരെ ഗൗരവമായിട്ട് പൗരസ്ത്യ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്ന സമയത്തെപ്പറ്റി. അന്നേരം നമ്മുടെ മനസ്സ് എങ്ങോട്ട് തിരിയണമെന്നാണ് പറയുന്നത്? മരണം കാലിൽ തുടങ്ങി തല വരെ എത്തുന്നതിനിടയ്ക്ക് അവൻ്റെ മനസ്സ് എങ്ങോട്ട് തിരിയണം? അനുതാപത്തിലേക്ക് തിരിയണം. മരണനാഴികയാകുമ്പോൾ ചിന്തിക്കരുത്, അയ്യോ എൻ്റെ മൂത്ത കൊച്ചിന് ഞാൻ കൊടുത്ത ഓഹരി കുറഞ്ഞു പോയി, എന്നാൽ ഇച്ചിരൂടെ കൊടുത്തേക്കാം, ഒന്നും ചിന്തിക്കാനൊന്നും പോയേക്കരുത്. അന്നേരം ഓഹരിയെപ്പറ്റി ചിന്തിക്കാൻ പോവല്ലേ. ബാങ്ക് ബാലൻസിനെപ്പറ്റി ചിന്തിക്കേണ്ട, മക്കളെപ്പറ്റി ചിന്തിക്കേണ്ട. സ്വർഗത്തിലെ അപ്പനോട് കരുണ യാചിച്ചുകൊണ്ട് അനുതാപത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് പിതാക്കന്മാർ പറഞ്ഞേ, മരണം കാലിൽ തുടങ്ങി തല വരെ എത്തുന്നിടയ്ക്ക് അവൻ്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം. ഇവിടെ ആര് മരിച്ചപ്പോഴാണ് പിശാച് വന്നത്? ആരും ശ്രദ്ധിക്കുന്നില്ലയോ? മോശ മരിച്ചപ്പോൾ അവിടെ പ്രധാന ദൂതനായി മീഖായേലും വന്നു. പിന്നെ ആരും വന്നു? ഉറക്കപ്പറ. പിശാചും വന്നു. പക്ഷേ പ്രധാന ദൂതനായി മീഖായേൽ എന്ത് ചെയ്തു? പിശാചിനെ ഭത്സിച്ച് അകറ്റി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മോശ മരിച്ചപ്പോൾ മോശ ചില്ലറക്കാരനായിരുന്നോ? ദൈവത്തിൻ്റെ വിമോചകൻ അല്ലേ? പഴയ നിയമത്തിലെ ശക്തനായ പ്രവാചകൻ, ദൈവത്തിൻ്റെ കൽപ്പന ഇറക്കിക്കൊണ്ടുവന്ന വ്യക്തി, ദൈവത്തെ മുഖാമുഖം കണ്ട വ്യക്തി. എബ്രായ ലേഖനത്തിൽ മോശയെയും യേശുക്രിസ്തുവിനെയും തമ്മിലൊരു കമ്പാരിറ്റീവ് സ്റ്റഡി തന്നെ അവിടെയുണ്ട്. അവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു ആര്? മോശ. ഇത്രയും വിശ്വസ്തനായ ഒരു വ്യക്തി മരിച്ചപ്പോൾ പിശാച് വന്നുവെങ്കിൽ, ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ബലഹീനനും പാപിയുമായ ഞാൻ മരിക്കുമ്പോൾ ഈ കുന്നിലച്ചനൊക്കെ വന്ന് വളരെ വലിയ നല്ല വാക്കുകളിലൊക്കെ പറയും, ഇയാൾ വലിയ പുള്ളിയാണ്, മാടയാണ്, കോടയാണ്, വലിയ ഇതൊക്കെയാണെന്നൊക്കെ പറയും. അപ്പോൾ പിശാച് തലക്കൽ ഇന്നോട്ട് പറയും, കുന്നിലച്ചന് ഇയാളെപ്പറ്റി എന്തോ അറിയാം? ഇത്രയും കുതികാലി വെട്ടി, ഇത്രയും പാര, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, ഇത്രയും കുടുംബം കലക്കി, പോകുന്നിടത്തെല്ലാം പൊളിറ്റിക്സ് കളിച്ചവൻ, എന്തെല്ലാമായിരിക്കും? ഞാൻ ഭാരപ്പെടാറുണ്ട്, എന്തെല്ലാമായിരിക്കും പറയുന്നത്? ദൈവത്തിൻ്റെ പ്രവാചകനായി മോശ മരിച്ചു കിടക്കുമ്പോൾ പിശാച് കുറ്റം ചുമത്താൻ വന്നെങ്കിൽ, പാപികളായി നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ അവർ കൂടോടളകിഞ്ഞ് വരും. ആര്? പിശാച്. ഇടയ്ക്ക് ചിന്തിച്ചോണം കേട്ടോ, ഇടയ്ക്കൊക്കെ ചിന്തിക്കണം. അതുകൊണ്ട് ആർക്കും പാര വെക്കാനൊന്നും പോയേക്കരുത്, ആരുടെയും കുടുംബത്തിൽ തീ കോരി ഇടരുത്,
ആരെയും കൂട്ടിത്തല്ലിക്കരുത്. കഴിയുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് ജീവിക്കണം. മനുഷ്യത്വമുള്ളവരായിട്ട് ജീവിക്കണം. പ്രാർത്ഥിച്ച് ജീവിക്കണം. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കുന്നവരായിട്ട് ജീവിക്കണം. പ്രിയമുള്ളവരെ, മോശയുടെ ജീവിതത്തെപ്പറ്റി ഒത്തിരി നന്മകൾ പറയുവാനായിട്ട് നമുക്കുണ്ടെങ്കിലും 1-2 കുറവുകൾ മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അല്ലേ? മോശ, നമ്മൾ പാടുന്നു, നോമ്പിലൊക്കെ നമ്മൾ പാടാറുണ്ട്, മോശ ആരാ? വളരെ സൗമ്യനായൊരു വ്യക്തിയാണ്. പക്ഷേ അവിടെ പർവ്വതത്തിൽ നിന്ന് കൽപ്പനയും കൊണ്ട് ഇറങ്ങി വരുന്ന മോശ അത്ര സൗമ്യനാണോ? ആണോ? താഴ്വാരങ്ങളിൽ അഹരോൻ്റെ നേതൃത്വത്തിൽ കാളക്കുട്ടി ഉണ്ടാക്കി അവിടെ കിടന്ന് തുള്ളുന്ന ജനത്തിനെ കണ്ടപ്പോൾ മോശയ്ക്ക് എന്തോ കയറി? കോപം കയറി. പക്ഷേ മോശയുടെ കോപത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2 തരം കോപങ്ങളുണ്ട് കേട്ടോ. കോപിക്കുന്നത് എല്ലാം ഒന്നും തെറ്റല്ല. വചനം പോലും പറയുന്നത്, കോപിപ്പീൻ, നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുവോളം വെച്ചുകൊണ്ട് ഇരിക്കരുത്, എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് കോപം 2 തരമുണ്ട്. കോപം കൺസ്ട്രക്റ്റീവും ഉണ്ട്, ഡിസ്ട്രക്റ്റീവും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളൊന്ന് കോപിച്ചാൽ അതെന്തുവാ? കൺസ്ട്രക്റ്റീവാണ്. അവൻ്റെ ജീവൻ്റെ പുതുക്കത്തിനും ഉന്നമനത്തിനും ഉദ്ധാരണത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ആ കോപം എന്താണ്? അതുകൊണ്ട് മക്കളോടൊന്ന് ദേഷ്യപ്പെടുന്നൊന്നും വലിയ പാവമൊന്നുമല്ല. ദേഷ്യപ്പെടണം, വടിയെടുക്കണമെന്ന് വടിയെടുക്കണം, ശിക്ഷിക്കണം, ശാസിക്കണം. അതിൻ്റെ കുറവുകളൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ദേഷ്യം കൺസ്ട്രക്റ്റീവായിട്ടുള്ള ദേഷ്യമുണ്ട്. പക്ഷേ കരുതിക്കൂട്ടി ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ചാൽ അതെന്താണ്? ഡിസ്ട്രക്റ്റീവ്. അത് നാശകരമായ പാപമാണ്, സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപമാണ്. അപ്പം 2 തരം പാപമുണ്ട്, കോപമുണ്ട്. കൺസ്ട്രക്റ്റീവും ഉണ്ട്, ഡിസ്ട്രക്റ്റീവും ഉണ്ട്. അതുകൊണ്ട് കോപിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ഞാനിപ്പോൾ കോപിച്ചത് കൺസ്ട്രക്റ്റീവാണോ അതോ ഡിസ്ട്രക്റ്റീവാണോ എന്ന് നമ്മുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കണം. ഇവിടെ ഇതാ മോശ മരിച്ചു കിടക്കുമ്പോൾ പിശാച് വന്നു. പിശാചിനെ മീഖായേൽ ഭത്സിച്ച് അകറ്റി. ഇവിടെ ഇതാ തീത്തോസിനോട് പൗലോസ്ലീഹ പറയുക, തീത്തോസേ, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുകയാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ നിനക്ക് വിരോധികളായി പലരും എഴുന്നേൽക്കും. പക്ഷേ അവരുടെ മുൻപിലൊക്കെ നീ എങ്ങനെയായിരിക്കണം? സൽപ്രവൃത്തികൾക്ക് മാതൃകയുള്ള ഒരു ജീവിതം നയിക്കണം. ഇനിയും തീത്തോസിനെ എങ്ങോട്ടാണ് വേലയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചേ? അതുകൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം എന്താ കൊടുത്തിരിക്കുന്നേ? ക്രേത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആരെ അയച്ചത്? തീത്തോസിനെ അയച്ചത്. ക്രേത്ത. ഈ ക്രേത്തയിലെ ആളുകൾക്ക് 4 വിശേഷണം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? അവർ സർവ്വതാ അസത്യവാദികളായിരുന്നു, ദുഷ്ടജന്തുക്കളായിരുന്നു, മടിയന്മാരായിരുന്നു, പെരുവയറന്മാരായിരുന്നു. പുലൂരുകാരെ പോലല്ല. എത്ര പഞ്ചപാവങ്ങൾ, 70 വീട്ടുകാരുടെ ഐക്യം, കൂട്ടായ്മ. പക്ഷെ ക്രേത്തയിലെ ആൾ അങ്ങനെയല്ല. അവർ അസത്യവാദികളാണ്. സുവിശേഷം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ മാർഗമാകും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇതും കൊണ്ട് അങ്ങോട്ട് ചെറഞ്ഞാൽ അവർ ഏക്കുകയല്ല. അവർ അസത്യവാദികളാണ്. എന്തെല്ലാം പറഞ്ഞാലും ഏക്കുകയല്ല. 2, അവർ ദുഷ്ടജന്തുക്കളാണ്. മനസ്സിലാകുന്നുണ്ടോ? ക്രേത്തയിലെ ആളുകളെ പൗലോസ്ലീഹ വിശേഷിപ്പിക്കുക എന്താണ്? ദുഷ്ടജന്തുക്കൾ. പ്രിയമുള്ളവരെ, പണ്ടൊരു മനുഷ്യൻ ലോകം മുഴുവൻ നശിക്കാൻ പോകുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായപ്പോൾ ആ കാലഘട്ടത്തിൽ നീതിമാൻ എന്നറിയപ്പെടുന്ന നോഹ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഒരു പെട്ടകം നിർമ്മിച്ചു. എബ്രായ ലേഖനം പറയുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തുവെന്നാണ് എബ്രായ ലേഖനത്തിൽ നോഹയുടെ പെട്ടക കൂടാരപ്പണിയെപ്പറ്റി പൗലോസ്ലീഹ പറയുന്നത്. നോഹയുടെ പെട്ടകത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് സഭയുടെ അടയാളമാണ്. നോഹയുടെ കൃപയുടെ കൂടാരം സഭയ്ക്കൊരു അടയാളമാണ്. നോഹയുടെ പെട്ടകത്തിനകത്ത് ആരൊക്കെയുണ്ട് പ്രിയമുള്ളവർ? ആരും ഒന്നും മിണ്ടുന്നില്ലേ? നോഹയും ഭാര്യയും 3 പിള്ളേരും ഭാര്യമാർ. ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഒരു വീട്ടിൽ ഒരു മരുമകൾക്കും ഒരു അമ്മായിമ്മയ്ക്കും കൂടെ നേരെ ചൊവ്വ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല.
അങ്ങനെയാണ് ഒരമ്മായിയമ്മയും 3 മരുമകളും കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നത്. അതും ഈ മഴ പെയ്ത അത്രയും നാൾ ഈ പെട്ടകത്തിനകത്ത് ഇവരെങ്ങനെ കഴിഞ്ഞു? അപ്പോൾ നോഹയുടെ പെട്ടകത്തിൽ മനുഷ്യരുണ്ട്, പിന്നെ പക്ഷികളുണ്ട്, ഇഴജാതിക്കളുണ്ട്, മൃഗങ്ങളുണ്ട്, നാൽക്കാലികളുണ്ട്, എല്ലാം ഉണ്ട്. പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്നവർ, അടിക്കുന്നവർ, മാന്തുന്നവർ എല്ലാം എവിടെയുണ്ട്? എവിടെയുണ്ട്? ഇതെല്ലാം ഇന്ന് സഭയിലും ഉണ്ട്. പക്ഷേ നോഹ എന്ന നീതിമാൻ്റെ വാക്കിന്മേൽ ഇവരെല്ലാം വളരെ മെരുക്കത്തോടെ ജീവിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചില ചീറ്റലും പൊട്ടലും ഒക്കെ എവിടെ വരുന്നത്? പള്ളിക്കകത്ത് വരുന്നത്. എന്തുകൊണ്ടാണ്? ഈ കൂടാരത്തിൽ, ഈ കൃപയുടെ കൂടാരത്തിൽ എല്ലാം ഉണ്ട്. നാൽക്കാലിയുണ്ട്, ഇരുകാലിയുണ്ട്, മനുഷ്യ സ്വഭാവമുണ്ട്, മൃഗീയ സ്വഭാവമുണ്ട്, പൈശാചിക സ്വഭാവമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവ സ്വഭാവമാണ്. അതുകൊണ്ട് സഭയ്ക്കകത്ത്, ഇടവകയ്ക്കകത്ത് പൊട്ടലും ചീറ്റലും മാന്തലും കസേരകളിയൊന്നും പാടില്ല കേട്ടോ. ദൈവത്തിൻ്റെ കൂടാരമാണ്. ഇവിടെ ക്രേത്തയിലുള്ളവർ ദുഷ്ടജന്തുക്കളായിരുന്നു. പിന്നെ അവരാരായിരുന്നു? മടിയന്മാരായിരുന്നു. നമുക്കൊട്ടും മടിയില്ല. എന്തെങ്കിലും മടിയുണ്ടോ? പക്ഷെ എന്നിട്ടും നമ്മൾ നമസ്കാരത്തിൽ പാടുന്ന എന്തുവാ? അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശം വദനായി സ്വാത്മത്തെ. നമുക്കൊട്ടും മടിയില്ല. നിഷ്ഠയിൽ നിന്നെ പെറ്റവരുണ്ട്, വെളിവ് നിറഞ്ഞ ഈശക്കാരുണ്ട്, പൗലോസസ്ലീഗക്കാരുണ്ട്, യാചിക്കേണ്ട സമയവേദക്കാരുണ്ട്, അൻപുടയോൻകാരുണ്ട്, കുക്കിലിയോൻകാരുണ്ട്, പടിഞ്ഞാറോട്ടുള്ള എഴുന്നള്ളിപ്പുകാരുണ്ട്, സേലോം ബെസ്ലോമക്കാരുണ്ട്. നമുക്കൊട്ടും മടിയില്ല. ഇവിടെ മടിയന്മാരായ ആളുകൾ. 4ാമത്തെ വിശേഷണം എന്താ? പെരുവയറന്മാർ. ആ കാര്യത്തിൽ നമ്മൾ വളരെ സത്യസന്ധരല്ലേ? എനിക്ക് അല്പം ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ചപ്പാത്തി വല്ലതും കഴിക്കുവാണെങ്കിൽ 2 എണ്ണം, ബാക്കി വയറ് വല്ല പച്ചക്കറിയും കൊണ്ട് നിറച്ചോണം. അതുകൊണ്ട് ഞാൻ വയറിനോട് പറഞ്ഞിട്ടുണ്ട്, വയറേ നീ ഷുഗർ രോഗിയാണ്, അതുകൊണ്ട് 2 ചപ്പാത്തിയിൽ ഒതുങ്ങിക്കൊള്ളണം, കൂടുതലൊന്നും ആഗ്രഹിക്കരുത്. നമ്മളോ, നമ്മുടെ കല്യാണങ്ങൾ കയറി വരുമ്പോൾ ഒരു കോഴ്സ്, ഒരു കടി, ഒരു കുടി. പിന്നെ അവിടെ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി കടിക്കുന്നവരും കുടിക്കുന്നവരും ഉണ്ട്. അകത്തോട്ട് കയറിക്കഴിഞ്ഞ് പിന്നെ ഇടിയപ്പവും മട്ടൻ കറിയും, അത് കഴിഞ്ഞ് പിന്നെ മട്ടൻ, ചിക്കൻ, ബിരിയാണികൾ, പിന്നെ എത്ര കോഴ്സാണ്? 4ഉം 5ഉം കോഴ്സും കഴിഞ്ഞ് ഏമ്പക്കം വിട്ട് ഇറങ്ങി വരുമ്പോൾ പുലിയൂർ പള്ളിയിലെ സെമിട്രിക്കകത്ത് കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങളെല്ലാം എവിടെയുണ്ട്? വലിച്ച് കീറി തുപ്പി ചവച്ച് കൂട്ടി ആ മേശപ്പുറത്തിട്ടിട്ടുണ്ട്. ഇത്രയും വൃത്തിഹീനമായി ആഹാരം കഴിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നസ്രാണികൾ. മറ്റുള്ള ആൾക്കാരെ നോക്ക്, എത്ര അടുക്കും ചിട്ടിയാ. അവർക്ക് ഇല വിളമ്പാൻ തന്നെ ഒരു ക്രമമുണ്ട്. സത്യമല്ലേ? അവിയിൽ വിളമ്പെടുത്ത് അവർ അവിയിൽ വിളമ്പത്തുള്ളൂ, ഉപ്പ് എടുക്കേണ്ടത് ഉപ്പ് പുരട്ടത്തുള്ളൂ, പച്ചടി വിളമ്പെടുത്ത് പച്ചടി വിളമ്പത്തുള്ളൂ. നമ്മളോ, നമ്മൾ അവസാനം കഴിക്കേണ്ടത് ആദ്യം കഴിക്കും, ആദ്യം കഴിക്കേണ്ടത് അവസാനം. ക്രേത്തയിലുള്ളവർ പെരുവയറന്മാരായിരുന്നു. ഇത്രയും വിശേഷണമുള്ള ആളുകളുടെ മധ്യത്തിലേക്കാണ് ആരെ വിട്ടത്? ആരെ വിട്ടത്? തീത്തോസിനെ വിട്ടത്. മറന്നു പോകരുത്, തീത്തോസിനെ വിട്ടത്. ഇവിടെയൊക്കെ പ്രവർത്തിക്കാൻ എത്ര സുഖമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ തീത്തോസ് വളരെ ഭാരത്തോടു കൂടിയാണ് പൗലോസ്ലീഗ താക്കീത് കൊടുത്താ വിട്ടത്. അതുകൊണ്ട് തീത്തോസിനോട് പൗലോസ്ലീഗ പറഞ്ഞു, അതിൻ്റെ 8ാമത്തെ വാക്യം എന്താണ്? ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനവും ഉള്ളവനായിരിക്കുക. എന്ന് പറഞ്ഞാൽ നീ പോകുന്നിടത്തൊക്കെ നിൻ്റെ പ്രബോധനം, നിൻ്റെ സംസാരം നൈർമല്യമുള്ള ഭാഷ നീ സംസാരിക്കണം. വിശുദ്ധമായ ഭാഷ നീ സംസാരിക്കണം. നിൻ്റെ ഭാഷയിലൂടെ എല്ലാവരെയും നിൻ്റെ കുടക്കീഴിൽ നീ കൊണ്ടുവരണം. ഇതാ പറഞ്ഞതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിനെ പറ്റി പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഭാഷയ്ക്ക് 3 പ്രത്യേകതയുണ്ട്. 3 പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ ഭാഷ നല്ല മൃദുത്വമുള്ള ഭാഷയായിരുന്നു. എങ്ങനത്തെ ഭാഷയായിരുന്നു? വളരെ സോഫ്റ്റ് ആയിരുന്നു. പക്ഷെ മുന്നോടിയുടെ ഭാഷ എങ്ങനെയായിരുന്നു? സർപ്പസന്തതികളെ, അല്ലേ? യേശുക്രിസ്തു എന്താ വിളിക്കുന്നേ? കുഞ്ഞുങ്ങളെ,
കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? എപ്പോഴാ ചോദിച്ചേ? ഉത്ഥാനമൊക്കെ കഴിഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവർ പഴയ പ്രവൃത്തി ചെയ്ത് വള്ളവും വഞ്ചിയുമായി നടുക്കടലിൽ ഇറങ്ങിയപ്പോൾ ഉടയവൻ വിളിക്കുകയാ, കൂട്ടുവാൻ കുഞ്ഞുങ്ങളെ. നമ്മളായിരുന്നെങ്കിലോ കർണക്കുറ്റി ഓർത്തൊരെണ്ണം കൊടുത്തതിന്. എത്ര മൃദുവായ ഭാഷ! നമ്മുടെ ഭാഷയുടെ മൃദുത്വം കുറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തെന്നറിയാമോ? നമ്മുടെ ബന്ധങ്ങളാണ്. നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലാരും കയറി വരാത്തതിൻ്റെ കാരണം അതാ. നമ്മളെയൊക്കെ കാണുമ്പോൾ ചിലർ ഈ മറഞ്ഞ് പോകുന്നതിന് കാരണം അറിയാമോ? നമ്മുടെ മുൻപിലോട്ട് അവർ വന്നാൽ നമ്മളവരെ കൊല്ലും, വാക്കുകൊണ്ട് മുറിപ്പെടുത്തും, കുത്തി നോവിക്കും, ഒന്നും പറ്റില്ല പരിഹസിക്കും. നമ്മുടെ ഭാഷയ്ക്ക് എന്തോ ഇല്ല, മൃദുത്വമില്ല. പണ്ടൊരമ്മ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. അമ്മയുടെ പരാതി, കൊച്ചൊന്നും പഠിക്കുന്നില്ല. വന്നപ്പോൾ തൊട്ടൊരു 3/4 മണിക്കൂർ ഈ കൊച്ചിൻ്റെ കുറ്റം തന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആര്? അമ്മ. ഒരു 40-45 മിനിറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു, നിർത്ത്, ഞാൻ ആ കൊച്ചിനെ കൂടെ ഒന്ന് കേൾക്കട്ടെ. അവൾ ഇങ്ങനെ തലയും കുനിച്ചിരിക്കുക. മോളെ, നിനക്കും എല്ലാം പറയാനുണ്ടോ? അവളൊന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, നീ അമ്മ ഇരിക്കുന്നൊന്നും ഓർക്കണം, നീ ധൈര്യമായിട്ട് പറ. അങ്ങനെ 3-4 പ്രാവശ്യം പറഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, എൻ്റെ അച്ഛാ, 8ാം ക്ലാസ്സിലോട്ട് ഞാൻ കയറിയ ശേഷം എൻ്റെ അമ്മ ഒന്ന് സ്നേഹത്തോടൊന്ന് ഇടപെട്ടിട്ട് പോലും ഇല്ല എന്നോട്. എനിക്ക് താഴെ 2 പിള്ളേർ, കുഞ്ഞുങ്ങൾ, ടിങ്സാണ്, 2 ആൺപിള്ളേർ. ഇന്ന് ഞാൻ 12ാം ക്ലാസ്സിലാണ്. താഴെയുള്ള 2 കുഞ്ഞുങ്ങൾ 8ാം ക്ലാസ്സിലോട്ട് കയറി, ടിൻസാണ്, 2 ആൺകുഞ്ഞുങ്ങളാണ്. ഞാൻ ചോദിച്ചാൽ, അപ്പനോ? അപ്പൻ നാട്ടിലില്ല അച്ഛാ, അപ്പൻ ഗൾഫിലാണ്. പലപ്പോഴും ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുമ്പം അമ്മ പലപ്പോഴും സിറ്റ് ഔട്ടിലൊക്കെ കാണും, ടിവിയുടെ മുമ്പിലൊക്കെ കാണും. എന്നോട് ഒരു അക്ഷരം മിണ്ടതില്ല. എല്ലാം ഈ ആംഗ്യം കാണിക്കൽ മാത്രമാണ്. പണ്ടിലെ ഒരു സിനിമയ്ക്കകത്ത് ഇന്നസെൻ്റ് ഇങ്ങനെ കാണിക്കുന്ന പോലെ ആംഗ്യം കാണിക്കില്ല. എന്തോ ഈ ആംഗ്യം കാണിക്കല്ലേ? നീ വേഗം കുളിച്ചൊരുങ്ങി ട്യൂഷന് പോയി സ്നാക്സ് എടുത്ത് കഴിച്ച് ട്യൂഷന് പോയി, ഇതാണ് ആംഗ്യം കാണിക്കൽ. ഞാൻ വെച്ചാൽ അപ്പനോ? അപ്പൻ എന്നും വൈകിട്ട് നേരം വിളിക്കുമ്പം നീ ഇന്ന് സ്കൂളിൽ പോയോ? കടിച്ച് മുറിച്ചാണ് ചോദിക്കുന്നത്. നീ സ്കൂളിൽ പോയോ? ടെസ്റ്റ് പേപ്പർ ഇട്ടോ? മാർക്ക് കിട്ടിയോ? ഇതിനപ്പുറമായിട്ട് ഒന്നുമില്ല. എനിക്കൊന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ആരുമില്ല അച്ഛാ. സ്കൂളിൽ ചെന്നാൽ കൂട്ടുകാരുമില്ല. ഞാനൊരു പതിങ്ങിയ മട്ടായതുകൊണ്ട് ആരുമില്ല. ഞാൻ സ്കൂളിൽ പോകുന്നത് ഒരു ഓട്ടോയിലാണ്. അമ്മ സ്കൂൾ ബസ്സേ പോലും വിടുകയില്ല. ഞാനും എൻ്റെ ഇളയത്തുങ്ങളും ഒരു സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് ഞങ്ങൾ 3 കൂടെ എങ്ങനെയാണ് പോട്ടെ? ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഓട്ടോയിൽ പോകുമ്പോൾ ഓട്ടോ ഓടിക്കുന്ന അണ്ണനില്ലേ, അണ്ണൻ 10-24 വയസ്സുള്ളൊരു അണ്ണനാണ് ഓട്ടോ ഓടിക്കുന്നത്. ഞാനിങ്ങനെ പതിവായിട്ട് ഇങ്ങനെ മ്ലാനവതയായിട്ടിരിക്കുമ്പോൾ പലപ്പോഴും അണ്ണൻ, മോളെ നീ എന്താടി ദുഃഖിച്ചിരിക്കുന്നത്? അപ്പം ആ കൊച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അച്ഛാ, മോളെ നാ ഓട്ടോക്കാരൻ അണ്ണനൊന്ന് വിളിക്കുമുണ്ടല്ലോ, ഇല്ല മഴ പെയ്ത് ഇറങ്ങിയൊരു അനുഭവമാണ്. എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ ഈ ദുഃഖമല്ല ഇപ്പം ആരോടാ പറയുന്നത്? ഓട്ടോക്കാരൻ അണ്ണോടാ പറയുന്നത്. അവസാനം പറഞ്ഞ് ഹൃദയം ആർക്ക് കൊടുത്തു? അണ്ണന് കൊടുത്തു. അണ്ണന് ഹൃദയം കൊടുത്തപ്പോൾ കൊച്ചിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. +1 മുഴുവൻ A+ കിട്ടിയ കൊച്ചാ. പക്ഷേ +2 ആയപ്പോഴത്തേക്ക്, മോഡൽ പരീക്ഷയൊക്കെ ആയപ്പോഴത്തേക്ക് കൂടോടെ പൊട്ടി. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ, നമ്മുടെ ഭാഷയുടെ മൃദുത്വം കുറയുമ്പോൾ നമ്മുടെ കാൽച്ചവിട്ടിലെ മണ്ണ് ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്തോണം. തലമുറകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് ഓർത്തോണം. യേശുക്രിസ്തുവിൻ്റെ ഭാഷയുടെ 2ാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? മിതത്വമുള്ള ഭാഷയായിരുന്നു. കർത്താവ് ഒത്തിരി വാചാലമായിട്ട് എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. വളരെ മിതത്വം, കാച്ചി കുറുക്കിയ കർത്താവ് സംസാരിക്കുന്നത്. നമ്മളങ്ങനെയാണോ? ആരെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചാൽ, ഈ അടുത്ത സമയത്ത് ഒരു മനുഷ്യൻ പറയുമായിരുന്നു, എൻ്റെ അച്ഛൻ, ഞാൻ ആലപ്പുഴ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ തോട്ടപ്പള്ളി ഭാഗത്ത് വന്നപ്പം നല്ല മീൻ കിടക്കുന്ന കണ്ടു. ഞാനൊരു 5 കിലോ നെയ്മീൻ മേടിച്ചു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഞാനും അവളോടിരുന്ന് വെട്ടി എല്ലാം കഴുകി എല്ലാം പാകം ചെയ്ത് ഞങ്ങൾ രണ്ടുകൂടെ ചേർന്നാണ് എല്ലാം ചെയ്ത്. അവൾ കടുവ് വറുത്ത് അവൾ ഗ്യാസെ കയറ്റി അത് വെച്ച് അടച്ച് ഒന്ന് സിമ്മയിലാക്കി. അന്നേരമാണ് കാനഡയിൽ നിന്ന് അനിയത്തി അവളെ വിളിച്ചത്. അന്നേരം ഫോൺ എടുത്തുകൊണ്ട് അവൾ സിറ്റ് ഔട്ടിലോട്ട് പോകുന്ന കണ്ടു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം മമ്മട്ടി എടുത്ത് ഏത്തവാഴത്തോട്ടിൽ പോയി ഏത്തവാഴയ്ക്ക് ഇങ്ങനെ തടവെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നെയ്മീൻ കരിയുന്ന മണം എവിടെ എത്തി? ഏത്തവാഴത്തോട്ടത്തിൽ എത്തി. പക്ഷേ ഉമ്മറത്തിരിക്കുന്ന എൻ്റെ ഭാര്യ അത് മനസ്സിലായില്ല.
കൊതിച്ച് മേടിച്ചുകൊണ്ട് 4 കിലോ നെയ്മീൻ കരിഞ്ഞ് പുകഞ്ഞ് നാശമായി. ആരെങ്കിലും നമ്മളെ ഒന്ന് വിളിച്ചാൽ കുറഞ്ഞത് 1 മണിക്കൂറാണ് സംസാരം. എന്തെങ്കിലും പറഞ്ഞ് വെക്കുകയല്ല. ഇതല്ല രസം. ഈ വിളിക്കുമ്പോൾ ചേട്ടത്തി അനിയത്തിയാണ് കാര്യമല്ല പറയുന്നത്. നാട്ടിലുള്ള മനുഷ്യരുടെ മുഴുവൻ കാര്യങ്ങളും ആരോട് പറയും? അനിയത്തിയോട് പറയും. അനിയത്തിയും കാനഡയിലുള്ള മുഴുവൻ ആൾക്കാരുടെ രഹസ്യങ്ങൾ എങ്ങോട്ട് പറയും? ചേട്ടത്തിയോടും പറയും. അല്ല, നല്ല കാര്യം വല്ലതും ആണോ? നമ്മുടെ ഭാഷയ്ക്ക് എന്തോ ഇല്ല, ഒരു മിതത്വവുമില്ല. മൂന്നാമത്, യേശു ക്രിസ്തുവിൻ്റെ ഭാഷയുടെ മൂന്നാമത്തെ പ്രത്യേകത, അത് ഋജുത്വമുള്ള ഭാഷയായിരുന്നു. എന്തോ ഋജുത്വം? ഋജുത്വം എന്താ? ട്രാൻസ്പെറൻസി, സുതാര്യത, നേരെ വാ നേരെ പോ, സ്ട്രെയിറ്റ് ഫോർവേഡ്. കർത്താവ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും വളരെ കുറുക്കൻ്റെ ബുദ്ധിയുമായിട്ട് നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരുങ്ങി അവിടെ പുലിയൂർ ജംഗ്ഷനിൽ നിൽക്കുക വണ്ടി കയറാൻ. അപ്പോഴാണ് നമ്മുടെ ശ്രീസമായത്തിലെ മറ്റൊരു സഹോദരി നമ്മളെ കണ്ട് അടുത്ത് വന്ന് സ്കൂട്ടർ നിർത്തി. നീ എവിടെ പോവാടി ലീലാമേ? ഞാൻ ചെങ്ങന്നൂർ വരെ പോവുക. പക്ഷേ കൊല്ലടവിൽ പോകലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ പറയില്ല. കൊല്ലടവിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ ഇനിയും ഇവളിനി എന്നിക്കെട്ടെന്തെങ്കിലും പാര ചെയ്താൽ. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം ഉള്ളത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓർത്തഡോക്സുകാർ. നമുക്കാരെയും വിശ്വാസമില്ല. കൂടപ്പറപ്പുകളെയും ഇല്ല, സഹോദരങ്ങളെയും ഇല്ല, ഭർത്താവിനെയും ഇല്ല, അമ്മായിയമ്മയും ഇല്ല, അയൽക്കാരെയും ഇല്ല, ആരെയും ഇല്ല. എന്തെങ്കിലും ഒരു പ്രയാസം നമുക്കുണ്ടായാൽ നമുക്കങ്ങ് അങ്കലാപ്പ. അയലത്തുകാർ ഏതാണ്ട് ചെയ്തിട്ട് സംഭവിച്ചതാണെന്നുള്ള അങ്കലാപ്പ്. ഇത്രയും അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്ന മറ്റൊരു സമൂഹം വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. തൊടുന്നതും പിടിക്കുന്നതും എല്ലാം സംശയവും അന്ധവിശ്വാസവും. യേശു ക്രിസ്തുവിൻ്റെ ഭാഷയ്ക്ക് ഒരു മൃദുത്വം ഉണ്ടായിരുന്നു, ഒരു മിതത്വം ഉണ്ടായിരുന്നു, ഒരു ഋജിത്വം ഉണ്ടായിരുന്നു. തല പോയാലും നേരെ വാ നേരെ പോലും സംസാരിച്ചോണം. യേശു ക്രിസ്തുവിൻ്റെ ഭാഷയെപ്പറ്റി പറയുന്നത് ആ കാലഘട്ടത്തിൽ ഹെരോദാവിൻ്റെ അധികാര ദുർവിനിയോഗത്തിൻ്റെ ഭാഷ, പീലാത്തോസിൻ്റെ ഒഴിഞ്ഞുമാറലിൻ്റെ ഭാഷ, പരീശൻ്റെ കാപട്യത്തിൻ്റെ ഭാഷ, ചുങ്കക്കാരൻ്റെ ചൂഷണത്തിൻ്റെ ഭാഷ, വേശ്യയുടെ വ്യഭിചാരത്തിൻ്റെ ഭാഷ, കള്ളൻ്റെ മോഷണത്തിൻ്റെ ഭാഷ. ഇങ്ങനെ വേറിട്ട ഭാഷകൾ സംസാരിക്കുന്നവരുടെ മധ്യത്തിലേക്കാണ് ആര് കടന്നു വന്നത്? യേശു ക്രിസ്തു കടന്നു വന്ന് വേറിട്ട ഒരു തരംഗ ദൈർഘ്യം അവിടെ സൃഷ്ടിച്ചു. അതുകൊണ്ട് കേട്ടവരെല്ലാം ആരുടെ പുറകെ പോയി? യേശു ക്രിസ്തുവിൻ്റെ പുറകെ പോയി. കഫർന്നഹൂമിൽ ചെന്നപ്പോൾ അവിടെ തടിച്ചുകൂടി. പോകുന്നിടത്തെല്ലാം ആളുകൾ തടിച്ചുകൂടുകയാണ്. കാരണം എന്താ? യേശു ക്രിസ്തുവിൻ്റെ ഭാഷയിൽ സ്നേഹമുണ്ട്, കരുണയുണ്ട്, വാത്സല്യമുണ്ട്, ചേർത്ത് പിടിക്കലുണ്ട്. നമുക്കിന്ന് ആരെങ്കിലും ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്കിന്ന് ആരെങ്കിലും ചേർത്ത് പിടിക്കാൻ വരുന്നുണ്ടോ? പറയാൻ പോയാൽ ഒത്തിരി കാര്യം ഇവിടെ പറയാനുണ്ട്. പൗലോസ്ലീഹ തീത്തോസിനോട് പറയുകയാണ്, നിൻ്റെ സംഭാഷണത്തിന് എന്താ വേണം? നൈർമല്യം വേണം. നിൻ്റെ സംഭാഷണത്തിന് നൈർമല്യം വേണം. ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനം, ഗൗരവമുള്ള ഭാഷ നീ സംസാരിക്കണം. എന്നാൽ നിനക്കെല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ നിനക്ക് സാധിക്കും. സന്യാസ പിതാവായ വിശുദ്ധ മക്കാറിയോസ് പറയുന്നുണ്ട്, ദുർവാസനകൾ ഉണർത്തുന്ന ഭാഷ സംസാരിക്കുന്നത് പ്രകൃതി വിരുദ്ധവും, സ്നേഹത്തിൻ്റെ ഭാഷ വിസ്മരിക്കുന്നത് ദൈവത്തോടുള്ള മറുതലിപ്പുമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഷ സ്നേഹത്തിൻ്റെ തരംഗ ദൈർഘ്യം സൃഷ്ടിക്കുന്ന ഭാഷയാകണം. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ തീത്തോസിനോട് പൗലോസ്ലീഹ പറയുന്നത്. തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, എൻ്റെ അശുദ്ധി മറ്റൊരാൾ അറിയുന്നത് വരെ ഞാൻ വിശുദ്ധനെന്ന് നടിക്കുന്ന എൻ്റെ കാപട്യത്തെ ഓർത്ത് ഞാൻ ഏറെ ദുഃഖിക്കുന്നു. എൻ്റെ അശുദ്ധി മറ്റൊരാൾ അറിയുന്നത് വരെ ഞാൻ ആരാ? വിശുദ്ധനാ. അത് ആ കാപട്യത്തെ ഓർത്ത് ഞാൻ നേരെ ദുഃഖിക്കുകയാണ്. നമുക്കൊരു ദുഃഖവും ഇല്ല, നമുക്കൊരു ദുഃഖവും ഇല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കാണുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ വിചാരങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുൻപിൽ സുതാര്യമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അടുത്തതായിട്ട് അവിടെ പറയുകയാണ്, അതിൻ്റെ 10ാമത്തെ വാക്യം എന്താണ്? സകലത്തിലും വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കുക.
സകലത്തിലും എന്തോ വേണം? വിശ്വസ്തത വേണം. ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ അടിത്തറയാണെന്ത്? വിശ്വസ്തത. വിശ്വാസവും വിശ്വസ്തതയും നഷ്ടപ്പെടുമ്പോൾ എങ്ങോട്ട് ഓടുന്നേ? കുടുംബക്കോടതിയിലോട്ട് ഓടുന്നേ. ഏറ്റവും കൂടുതൽ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന എന്തോ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്താണെന്നറിയാമോ? ദാരിദ്ര്യമോ പട്ടിണിയോ പണത്തിൻ്റെ കുറവോ മറ്റൊന്നുമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കുറവോ ഒന്നുമല്ല. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാണ്. കാരണം എന്താ? വിശ്വസ്തതയില്ല, വിശ്വാസമില്ല. ബന്ധങ്ങളുടെ പാരസ്പര്യതയെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഘടകമാണെന്ത്? വിശ്വാസവും വിശ്വസ്തതയും. ഈ അടുത്ത സമയത്ത് ഒരു കുടുംബനാഥൻ 8 വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്ന് സർപ്രൈസായിട്ട് നാട്ടിൽ വന്നു. ഇപ്പോഴത്തെ വരവൊക്കെ അങ്ങനെയാണ്. പണ്ടൊക്കെ നമ്മളെ വിളിച്ച് പറയും, നമ്മളൊരു വീട്ടിൽ നിന്ന് കാറെടുത്തോ അല്ലെങ്കിൽ ടാക്സി പിടിച്ചോ വീട്ടിലുള്ള എല്ലാവരും കൂടെ കയറി അവിടെ ചെല്ലുമ്പം എല്ലാവരും കയറി അങ്ങ് ചെന്ന് പെട്ടിയെല്ലാം വെച്ച് കഴിയുമ്പോൾ വന്ന ആളിന് കയറാൻ സ്ഥലം കാണുകയില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആരോടും പറയത്തില്ല വരികയാണെന്ന്. സർപ്രൈസായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. ഈ മനുഷ്യൻ 8 വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. നെടുമ്പാശ്ശേരി വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി ഒരു ടാക്സിയൊക്കെ പിടിച്ച് ഒരു 6:30-7 മണി ആയപ്പോൾ എവിടെ വന്നു? വീട്ടുപടിക്കലെത്തി. ടാക്സിക്കാരൻ്റെ പൈസയൊക്കെ കൊടുത്തു, പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് അത് വലിച്ച് സിറ്റ് ഔട്ടിലോട്ട് വരികയാണ്. വരുമ്പോൾ സിറ്റ് ഔട്ടിൽ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. കതക് വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുക. പക്ഷെ ഒരു ജനൽ തുറന്നു കിടപ്പുണ്ട്. ഈ മനുഷ്യൻ എവിടെയൊക്കെ ചെന്ന് നോക്കിയപ്പം 88 വയസ്സുള്ള തൻ്റെ പിതാവ് സ്ട്രോക്ക് വന്ന് കിടക്കുക. 80 വയസ്സുള്ള തൻ്റെ അമ്മ ഈ പിതാവിന് എന്തോ ഇങ്ങനെ സ്പൂണ് കൊണ്ട് കോരി കൊടുക്കുക. തൻ്റെ മകനെ കണ്ടപ്പോൾ അപ്പനും അമ്മയും വളരെ അത്ഭുത സ്തബ്ധരായി. അപ്പം മോനോട് അമ്മ ചോദിച്ചു, മോനെ നീ എന്താണ് പറയാതെ വന്നേ? അപ്പം മോൻ ചോദിച്ചു, എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളും എന്ത് ചെയ്യും? അപ്പം അമ്മ പറഞ്ഞു, ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ അവൾ ഒരു വാനിറ്റി ബാഗ് എടുത്ത് ഒരു ബൈക്ക് വരുന്ന കണ്ട് അതിൻ്റെ പുറകെ കയറി പോകുന്ന കണ്ട്. ആരാ? മരുമകൾ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. പിള്ളേരോ അവൾ പോയ പുറകെ 3 എണ്ണവും പൂട്ടിപ്പെട്ടി ഞങ്ങളെ അകത്തിട്ടിട്ട് അവരും പോയി. പ്രിയമുള്ളവരെ, അടുക്കള വശവും പൂട്ടിരിക്കുക, ഫ്രണ്ട് വശവും പൂട്ടിരിക്കുക. ഈ മനുഷ്യനകത്ത് കയറാൻ പറ്റത്തില്ല. രാത്രി 9:30 മണി വരെ ആ സിറ്റ് ഔട്ടിൽ അവിടെ ഇരുന്നു. 9:30 ആയപ്പോൾ ഒരു ബൈക്ക് വന്ന് നിന്നു. ആ ഭാര്യ ഇറങ്ങി സിറ്റ് ഔട്ട് വന്നപ്പോൾ തൻ്റെ കെട്ടിയോനെ കണ്ടപ്പോൾ, അയ്യോ ഇച്ചായൻ എന്താ ആരും പറയാതെ വന്നേ? അപ്പം ഇച്ചായൻ പറഞ്ഞു, ആരോടും പറയാതെ വന്നതുകൊണ്ട് എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും തനിക്കോണം എനിക്ക് മനസ്സിലായി. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ആ മനുഷ്യൻ രാത്രിയിൽ ആ കിടക്കയെ ഈറൻ അണിയിച്ചു, വാവിട്ട് നിലവിളിച്ചു. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അറിയാമോ? എൻ്റെ അച്ഛാ, ഞാനിവിടുന്ന് പോകുമ്പോൾ മഴ പെയ്താൽ പെരയ്ക്കകത്ത് വെള്ളം വീഴും. വീട് പണിയണമെന്ന് പറഞ്ഞു, മനോഹരമായൊരു വീട് പണിഞ്ഞു. അതിനിടയ്ക്ക് കോവിഡ് വന്നു, പല പ്രതിസന്ധികൾ വന്നു, എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല. വീട് പണി സമയത്തൊക്കെ ജോലി നഷ്ടപ്പെട്ടു. വീട്ടുകാരോട് പറഞ്ഞില്ല. കൃത്യമായിട്ട് എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. മക്കളെ പഠിപ്പിച്ച്, പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. 3 എണ്ണം ഉണ്ട്, 3 ആൺപിള്ളേർ. ആ മനുഷ്യൻ പറയുക, അപ്പന് സ്ട്രോക്ക് വന്നറിഞ്ഞപ്പോൾ പോലും നാട്ടിലോട്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ ശിഷ്ടായുസ്കാലം ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമാധാനത്തോടെ പാർക്കുവാൻ വന്ന പങ്കാളിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അവസാനം മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞു, ഇവൾ എന്നോട് ചെയ്ത ഈ നെറുകേട് അത് തെറ്റാണെന്നുള്ളൊരു കുറ്റബോധം ഇവക്കുണ്ടായും. ഇവളെ ഡൈവോഴ്സ് ചെയ്യാനും പോകുന്നില്ല, കാരണം എൻ്റെ ഭാര്യയാണ്, എൻ്റെ 3 മക്കളുടെ അമ്മയാണ്. പക്ഷെ ഇവൾ ചെയ്തത് എന്താണ്? തെറ്റാണ്. എൻ്റെ അനുവാദം കൂടാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് തെറ്റാണെന്ന് ഒരു ബോധ്യം, ഒരു പശ്ചാത്താപം, ഒരു ഏറ്റുപറച്ചിൽ ഇവളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഇന്ന് ബന്ധങ്ങൾ തകരുന്നത് വിശ്വസ്തതയും വിശ്വാസവും കുറയുകയാണ്. ഇവിടെ പൗലോസ് ലീഗ തീത്തോസിനോട് പറയുകയാണ്, സകലത്തിലും വിശ്വസ്തത കാണിക്കുവാൻ കൽപ്പിക്കുക. അടുത്തതായിട്ട് പറയുകയാണ്, അതിൻ്റെ അടുത്ത വാക്യം, നാം ഭാഗ്യകരമായ സകല മനുഷ്യർക്കും രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചുവല്ലോ. 11ാമത്തെ വാക്യം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ,
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ജീവിക്കണം. എന്ന് പറഞ്ഞാൽ നീ പോകുന്നിടത്തൊക്കെ എന്തോ പ്രസംഗിക്കണം? യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ പറ്റി പ്രസംഗിക്കണം. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം വായിക്കേണ്ട, ഞാൻ പറയാം. സ്വർഗാരോഹണത്തിൻ്റെ നാളുകളിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമൊത്ത് എവിടേക്ക് കയറിപ്പോയി? എവിടേക്കാണ് കയറിപ്പോയേ? ഏത് മലമുകളിലേക്കാണ് കയറിപ്പോയേ? സ്വർഗാരോഹണം ചെയ്തത് ഏത് മലയിലാ? ഉറക്കപ്പറ. ഒലിവുമല. ഒലിവുമല മുകളിലേക്ക് പോയി. കർത്താവിൻ്റെ കൂടെ എത്ര ശിഷ്യന്മാരുണ്ട്? ഒരാൾ കെട്ടിഞ്ഞാണ് ചത്തു, ബാക്കി 11 പേരും. അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവ് നിൽക്കുകയാണ്. ശിഷ്യന്മാർ ആശീർവാദം ഏറ്റുവാങ്ങിയപ്പോൾ പെട്ടെന്നൊരു മേഘം വന്നു. കർത്താവ് ആ മേഘത്തിൽ അങ്ങ് കയറിപ്പോയി. അപ്പോൾ ഒരു ശബ്ദം അവിടെ ഉണ്ടായി. എന്താ ഉണ്ടായത്? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിങ്കിലേക്ക് നോക്കി നിൽക്കുന്നതെന്താ? നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ കർത്താവ് പോയതുപോലെ വീണ്ടും വരും. അത് കേട്ട ശിഷ്യന്മാർ താഴ്വാരങ്ങളിൽ അവർ പോയിടത്തെല്ലാം എന്തോ പ്രസംഗിച്ചു, നമ്മുടെ കർത്താവ് പോയതുപോലെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ ചൊല്ലും, കർത്താവേ നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ. ഇത്രയും കർത്താവിൻ്റെ വരവിനെ പറ്റി ഇത്രയും ആത്മാർത്ഥമായി പഠിപ്പിക്കുന്ന ഏത് സഭയുണ്ട് ഇന്നിവിടെ? പൗരസ്ത്യ സഭയുടെ ആരാധന മുഴുവൻ, പൗരസ്ത്യ സഭയുടെ ആധ്യാത്മികത മുഴുവൻ കർത്താവിൻ്റെ മടങ്ങി വരവിനെ പറ്റി പഠിപ്പിക്കുന്ന പ്രബോധനത്തിൻ്റെ അനുഭവങ്ങളാണ്. പാട്ടുകാരൻ പാടുന്നുണ്ട്, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതിവസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? ബാക്കി എന്തുവാ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും. മണവാളൻ വരുന്നുവെന്ന് ആർപ്പുവിളി ഉണ്ടായപ്പോൾ ബുദ്ധിയുള്ള കന്യകമാർ പാത്രത്തിൽ എണ്ണയെടുത്ത് ദീപയഷ്ടികൾ തെളിയിച്ച് മണവാളിനോടൊത്ത് മണവറയിലേക്ക് പ്രവേശിച്ചു. മണവാളൻ വാതിലടച്ചു. എത്ര പേർ അകത്ത്? 5 പേർ. എത്ര പേർ പുറത്ത്? 5 പേർ. ഈക്വൽ സംഖ്യ. പക്ഷെ അകത്തുള്ളവരും പുറത്തുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഒരു കതകിൻ്റെ കനവ. അത് വലിയൊരു കനവ കേട്ടോ. അകത്തുള്ളവരും പുറത്തുള്ളവരും. അങ്ങ് ചെല്ലുമ്പോൾ ഞാൻ പള്ളിക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചതാ, അത് ചെയ്തതാ, ഇത് ചെയ്തതാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു വരാം. അകത്തുള്ളവർ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ബുദ്ധിയുള്ള കന്യകമാരെടുത്ത എണ്ണ എന്തവാ? പാമോയിലാണോ? ചക്കിലാട്ടി വെളിച്ചെണ്ണയാണോ? ഇതൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പറയും ഒലിവെണ്ണയാന്ന് പറയും. പക്ഷേ പിതാക്കന്മാർ എഴുതി വച്ചിട്ടുണ്ട് ശവസംസ്കാര ശുശ്രൂഷയിൽ. എന്താണെന്നറിയാമോ? കാരുണ്യമാകുന്ന എണ്ണ കൊണ്ട് തങ്ങളുടെ ദീപയഷ്ടികൾ തെളിയിച്ചവരാണ് ആര്? ബുദ്ധിയുള്ള കന്യകമാർ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധങ്ങളിൽ എന്തോ വേണം? കാരുണ്യം വേണം, കരുണ വേണം, സ്നേഹം വേണം. ഇല്ലെങ്കിൽ ഇനി എന്തെല്ലാം മലമറിച്ചെന്ന് പറഞ്ഞാലും എവിടെ കയറ്റത്തില്ല? എവിടെ കയറ്റത്തില്ല? സ്വർഗത്തിൽ കയറ്റത്തില്ല. അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ സ്വർഗത്തിൽ കയറ്റത്തില്ല. കെട്ടിയവനോട് നീതി പുലർത്തിയില്ലെങ്കിൽ സ്വർഗത്തിൽ കയറ്റത്തില്ല. ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളെ നേരായ മാർഗത്തിൽ വളർത്തിയില്ലെങ്കിൽ സ്വർഗത്തിൽ കയറ്റുകയില്ല. ഇടവകയുടെ സമ്പത്ത് ദുർവിനിയോഗം ചെയ്താൽ സ്വർഗത്തിൽ കയറ്റത്തില്ല. ബന്ധങ്ങളിൽ എന്തോ വേണം? കരുണ വേണം, കാരുണ്യം വേണം, സ്നേഹം വേണം. തത്വചിന്തകനായ ജോൺ ഓഫ് ദ ക്രോസ് എന്ന് പറയുന്ന മഹാമനുഷ്യൻ പറയുന്നുണ്ട്, ഒടുവിൽ ഒരുവൻ്റെ വിധിയാൽ ആരാധിച്ചവരും ആരാധിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസമല്ല, സ്നേഹിച്ചവരും സ്നേഹം പങ്കിട്ടവരും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ആര് ന്യായം വിധിക്കുന്നത്? സ്വർഗത്തിലെ. അപ്പം അതുകൊണ്ട് വിവാഹ കൂദാശയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയുന്നത്? നിന്റെ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ
ഉജ്ജ്വലിപ്പിക്കണമേ. വിവാഹത്തിൻ്റെ ശുശ്രൂഷയിൽ മാത്രമുള്ളൊരു പ്രാർത്ഥനയാണ്. സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. പക്ഷേ കെട്ടുകഴിഞ്ഞ് 3-ാമത്തെ ദിവസം മുതൽ എന്തുവാ? വീതം വെക്കണം, വീതം വെക്കണം, വീതം വെക്കണം. അവസാനം അമ്മായിയമ്മയെ അടിച്ച് പുറത്താക്കും, കൂടപ്പിറപ്പുകളെ അടിച്ച് പുറത്താക്കും. ഇച്ചായനും ഇച്ചായത്തെയും 2 പിള്ളേരും മാത്രമായിട്ട് ഒതുങ്ങും. വീതം വെക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ 1-2 വർഷം ഒന്ന് കഴിഞ്ഞോട്ടെന്നേ. ഈ കെട്ടിക്കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എന്തിനാ ഇതിന് അടിപിടി ഇടുന്നേ? അതുകൊണ്ട് ആട്ടിയിറക്കപ്പെട്ടവരെയും കുടിയിറക്കപ്പെട്ടവരെയും സ്നേഹത്തിൻ്റെ പശിമയിൽ വിളക്കി ചേർക്കാത്തവർക്കാർക്കും സ്വർഗരാജ്യത്തിൽ സ്ഥാനമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുവർക്ക് ചെയ്തതൊക്കെ എനിക്ക് ചെയ്തത്. പ്രാന്തവൽക്കരിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദരിദ്രന്മാർ, ആരും തുണയില്ലാത്തവർ, സഹായിപ്പാൻ ആരുമില്ലാത്തവർ, അവരെ ചേർത്ത് നിർത്തുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിങ്കൽ എവിടെ സ്ഥാനമുള്ളൂ? സ്വർഗരാജ്യത്തിൽ സ്ഥാനമുള്ളൂ. അവസാനം ഒരു ചിന്ത കൂടെ പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യം, 2-ാം അധ്യായം 14-ാമത്തെ വാക്യം എന്താണ്? അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഒരു വാക്ക് മലയാളത്തിൽ വിട്ടുപോയി. അതെന്താണെന്നറിയാമോ? തന്നെത്താൻ നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്തു. കർത്താവ് എന്തോ മറുവിലയായിട്ട് നമുക്ക് കൊടുത്തത്? വ്യർത്ഥവും പിതൃഭാരം നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. തൻ്റെ ചങ്കിലെ രക്തം ഊറ്റിത്തന്നാണ് എന്നെ നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില, ആ മറുവില നമ്മൾ മറന്നുകൊണ്ട് ജീവിക്കരുത്. കർത്താവ് ഈ ലോകത്തിൽ എത്ര വർഷം ജീവിച്ചു? 33.5 വർഷം ജീവിച്ചെന്നാണ് പറയുന്നത്. ചിലർ പറയുന്നു 33, എന്തോ ആയിക്കോട്ടെ. ഈ 33 വർഷത്തെ ജീവിതത്തിൽ കർത്താവിന് സ്വന്തമായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇന്ന് എന്നോട് ചോദിച്ചാൽ ഒരു കാറുണ്ട്, ഒരു വീടുണ്ട്, ഇത്തിരി ഭൂമിയുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയും. പിന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, എന്തെല്ലാം കാർഡുകളാണ്, സ്മാർട്ട് കാർഡ്. പ്രിയമുള്ളവരെ, പ്രാണപ്രിയനായ തമ്പുരാന് 33.5 വർഷത്തിലെ ജീവിതത്തിൽ കർത്താവിന് സ്വന്തമായിട്ട് ഒരു ക്ലൂ തരാം. 3 കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 3 കാര്യങ്ങൾ. ഏതൊക്കെയാന്ന് പറയോ? കൃത്യമായി ഉത്തരം പറഞ്ഞാൽ ഈ മുക്കാപ്പവൻ്റെ മോതിരം ഊരിത്തരും. കർത്താവിന് 33 വർഷക്കാലത്തെ ജീവിതത്തിൽ സ്വന്തമായിട്ട് 3 കാര്യം. ആർക്കും ഉത്തരവില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാം, സമയം പോകുന്നു. 1, തൻ്റെ അമ്മ. സ്വന്തമെന്ന് പറയാൻ ആരുണ്ടായിരുന്നു? അതും കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ആരെ ഏൽപ്പിച്ചു? ഉറക്കെ പറയുന്നേ, യോഹന്നാനെ. അത് ആരെ ഏൽപ്പിച്ചു? സഭയെ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്നും സഭ അമ്മയെ കളയാതെ കൊണ്ടു നടക്കുന്നത്. പലരും 16-ാം നൂറ്റാണ്ടിൽ കളഞ്ഞു, നമ്മൾ കളഞ്ഞിട്ടില്ല. കാരണം കർത്താവ് വരുമ്പോൾ തിരികെ ഏൽപ്പിക്കേണ്ടത് അമ്മയെ, നമ്മൾ കളഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് അമ്മ. 2, തുന്നലുകളില്ലാത്ത തൻ്റെ അങ്കി. സ്വന്തമായിട്ടുണ്ടായിരുന്ന അതവർ ചീട്ടിട്ടു. ഭാഗിക്കാൻ നോക്കിയില്ലേ, ഭാഗം വെക്കാൻ നോക്കി, പക്ഷേ ഇല്ല, ഭാഗം വെക്കണ്ട, കീറണ്ടെന്ന് പറഞ്ഞു, ചീട്ടിട്ടൊരാക്കം കൊടുത്തു. അമ്മ തുന്നിക്കൊടുത്ത അങ്കി. 3, കർത്താവിൻ്റെ ഉടൽ, തൻ്റെ ശരീരം. അതും സഭയെ ഏൽപ്പിച്ചു. എന്തുവാ? തൻ്റെ ശരീരവും തൻ്റെ രക്തവും. എന്തുവാ അത്? വിശുദ്ധ കുർബാന. ഞാൻ പറയും, ഈ 33 വർഷക്കാലം എൻ്റെ കർത്താവ് പീലാത്തോസിൻ്റെ അരമന മുതൽ കാൽവറിയുടെ കൊലക്കളത്തിൽ വരെയുള്ള ആ സമയം എൻ്റെ കർത്താവ് അനുഭവിച്ച ആ പങ്കപ്പാടിൻ്റെ ആകത്തുക 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വിശുദ്ധ ബലിയായി ഈ ത്രോണോസിൽ അർപ്പിക്കപ്പെടുമ്പോൾ നമുക്കെന്തൊരു ഭാരവാ. തീരുന്നില്ലല്ലോ.
നമുക്കെന്തൊരു ഭാരമാണ്. നമ്മുടെ കർത്താവ് അനുഭവിച്ച ആ പങ്കപ്പാടിൻ്റെ വില മറന്നുകൊണ്ട് ജീവിക്കരുത്. ആത്മീയ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കരുത്. വിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിൻ്റെ അച്ചാരമാണ്. ആ രക്തത്തിലാണ് നമുക്ക് വിടുതൽ, ആ രക്തത്തിലാണ് വിമോചനം. യോഹന്നാൻ ശ്ലീഹ ലേഖനം 1-7 എന്താണ്? തൻ്റെ ഏകജാതൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആ രക്തത്തിൽ ആശ്രയിച്ചോണം. ആ രക്തമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ്, സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ദിനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്തു. തീത്തോസിനെ സുവിശേഷ വിലയ്ക്ക് അയക്കുമ്പോൾ പൗലോസ് ശ്ലീഹ കൊടുക്കുന്ന പ്രബോധനമാണ് ഇന്നത്തെ ചിന്താവിഷയത്തിലൂടെ നമ്മൾ പഠിച്ചത്. വിരോധി നമ്മെപ്പറ്റി ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുക. അതുകൊണ്ട് ഈ 2026 ഈ സപ്തതിയുടെ നിറവിൽ ഈ കൺവെൻഷൻ ദൈവത്തിൻ്റെ വചനം ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയുള്ള ഒരു ജീവിതം, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ജീവിതമല്ല, സൽപ്രവൃത്തികൾക്ക് മാതൃകയുള്ളൊരു ജീവിതം നയിക്കുവാൻ, ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവനാണെന്നുള്ള ബോധ്യത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടുള്ള ബോധ്യത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ, കർത്താവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന ജീവിതമാണെന്നുള്ള ബോധ്യത്തിൽ സാക്ഷ്യത്തോടെ സൽപ്രവൃത്തികളോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കിയിട്ട് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.